വെൽക്കം ടു വയോലാസ് കിച്ചൻ. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു. ഇപ്പം പുതിയൊരു കൊല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, 2019. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് ഒന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ സ്റ്റൂ. ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടിരിക്കുന്നത്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ നന്നായി ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടുള്ളതാണിത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 1/4 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഉരുളൻകിഴങ്ങ്, 1/2 കപ്പ് സവാള, 6 പച്ചമുളക്. പച്ചമുളക് നമുക്ക് എരിവിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി 2-3 പച്ചമുളക് എക്സ്ട്രാ ആഡ് ചെയ്യാം. നമ്മളിതിനകത്ത് വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകും പിന്നെ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടി മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ സ്പൈസ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, 1/2 കപ്പ് ആദ്യത്തെ പാല്, 1 കപ്പ് രണ്ടാം പാല്. നെക്സ്റ്റ് വേണ്ടത് സ്പൈസസ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ സിനമൺ, 1/4 ടീസ്പൂൺ കാർഡമൺ, 1/4 ടീസ്പൂൺ ക്ലോവ്സ്, 1/4 ടീസ്പൂൺ സ്റ്റാർ അനീസ്, ഉപ്പ് ആവശ്യത്തിന്. നെക്സ്റ്റ് വേണ്ടത് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസസ് ഇച്ചിരി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ വെജിറ്റബിൾസും ചിക്കനും വേവിക്കുന്ന സമയത്ത് ഇടുന്നതാണിത്. നെക്സ്റ്റ് നമ്മൾ ഈ വെജിറ്റബിൾസും അതുപോലെ ചിക്കനും കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുക്കറിനകത്ത് നമ്മൾ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു. അതേപോലെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് കീറിയിടണം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്. നെക്സ്റ്റ് വെള്ളം ഒഴിക്കണം. വെള്ളം ഈ ചിക്കനും വെജിറ്റബിൾസ് വേവാൻ മാത്രമുള്ള വെള്ളമേ ഒഴിക്കാവൂ, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസും ചിക്കനും കൂടിയിട്ട് ഇത് കുക്ക് ചെയ്യുകയാണ്. ഇപ്പം 2 വിസിൽ നേരത്തേക്കാണ് നമ്മളിത് കുക്ക് ചെയ്യണേ. നെക്സ്റ്റ് നമ്മൾ ഈ സ്പൈസസ് എല്ലാം ചെറുതായിട്ടൊന്ന് ചതയ്ക്കാൻ പോവുകയാണ്. അപ്പം ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ഒരു ഫ്ലേവർ കിട്ടത്തില്ല. വേണ്ടിയിട്ട് ഞാൻ എല്ലാതും ഇട്ടിട്ട് ഒന്ന് ചതയ്ക്കാനാണ്. ഒത്തിരി ചതയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഇടിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നന്നായിട്ട്
ഒത്തിരി അങ്ങോട്ട് ആവണ്ട, ചെറുതായിട്ടൊന്ന് ഇടിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തേക്ക് സ്പൈസസ് ഇടുകയാണ് ചെയ്യുന്നത്. സ്പൈസസ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നെക്സ്റ്റ് ഇതിലേക്ക് സവോള ഇടും. നന്നായിട്ട് വഴറ്റാം. സബോള വഴറ്റാൻ നേരത്ത് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സബോള നമുക്ക് വഴറ്റി കിട്ടും. നെക്സ്റ്റ് ഇതിലേക്ക് കറിവേപ്പില ഇടാം. സബോള ഏകദേശം വഴണ്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഇടണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട്, അതായത് ഈ കറി നന്നായിട്ട് തിളയ്ക്കണം. ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം. അതുപോലെ സ്പൈസസ് ഇപ്പം ഇച്ചിരി എരിവ് കുറവ് തോന്നണെന്ന് വെച്ചാൽ നമുക്ക് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി. അപ്പം എരിവിന് സ്പൈസിൻ്റെ അളവനുസരിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ അതിനകത്ത് 1/2 ടീസ്പൂണായിട്ട് ഇടുന്നുണ്ട്. ക്യാരറ്റും ഉരുളൻകിഴങ്ങൊന്നും ഉടഞ്ഞിട്ടില്ല, കണ്ടോ. കറക്റ്റ് 2 വിസിലടിക്കാൻ പാടുള്ളൂ. ഒത്തിരി വിസിലായി കഴിഞ്ഞാൽ ഇത് ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ ഉടഞ്ഞു പോവും. അപ്പം നന്നായി തിളച്ച് വരുന്നിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് നിൽക്കാം. അപ്പം ഇതിൻ്റെ ചാറും ഈ വെജിറ്റബിൾസിലും ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മിക്സ് ആവും. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. നന്നായി മിക്സ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. അപ്പത്തേനും നമ്മൾ ഓഫ് ചെയ്യണം. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ അയക്കും. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം.
അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.